മിശിഹാ കർത്താവേ, മാനവരക്ഷകനേ, നരനു വിമോചനമേകിടുവാൻ നരനായി വന്നു പിറന്നവനേ, മിശിഹാ കർത്താവേ. മാലാഖമാരൊത്തു ഞങ്ങൾ പാടിപ്പുകഴ്ത്തുന്നു നിന്നെ, മാലാഖമാരൊത്തു ഞങ്ങൾ പാടിപ്പുകഴ്ത്തുന്നു നിന്നെ. പരിശുദ്ധൻ പരിശുദ്ധൻ കർത്താവേ, നീ പരിശുദ്ധൻ 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 കർത്താവേ, നീ പരിശുദ്ധൻ, മിശിഹാ കർത്താവേ. ഓ ദിവ്യകാരുണ്യ ഈശോയെ, ആത്മാവിലും സത്യത്തിലും അങ്ങയെ ആരാധിക്കാനും അങ്ങേക്ക് മഹത്വം നൽകാനും അവിടുന്ന് ഞങ്ങളെ എല്ലാവരെയും ചേർത്ത് പിടിച്ചുവല്ലോ. അങ്ങയുടെ വാക്കുകൾ ഞങ്ങൾ ഓർക്കുന്നു. ഇനി ഒരിക്കലും ഞാൻ നിങ്ങളെ ദാസരെന്ന് വിളിക്കുകയില്ല, ഞാൻ നിങ്ങളെ സ്നേഹിതരെന്ന് വിളിക്കും. യജമാനൻ ചെയ്യുന്നത് എന്തെന്ന് ദാസർ അറിയുന്നില്ല, എന്നാൽ എൻ്റെ പിതാവിൽ നിന്ന് കേട്ട സകലതും ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ഓ അവസാന സമയം വരെയും സ്നേഹിത എന്ന് വിളിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ട ഈശോയെ, ഇക്കഴിഞ്ഞ 21 ദിവസങ്ങളായി അവിടുന്ന് ഞങ്ങളെ സ്നേഹിതരെന്ന് വിളിച്ച് ചേർത്ത് പിടിക്കുകയായിരുന്നുവല്ലോ. വർഷങ്ങൾക്ക് മുമ്പ് ഒരിക്കൽ ശിഷ്യഗണം നഷ്ടധൈര്യരായി പഴയ മീൻപിടുത്തത്തിനായി പോയപ്പോൾ തിബേരിയൂസിൻ്റെ കടൽ തീരത്ത് അവർക്ക് വേണ്ടി പ്രാതലൊരുക്കിക്കൊണ്ട് അവിടുന്ന് കാത്തിരുന്നു. യോനായുടെ പുത്രനായി ശിമയോനോട് ചോദിച്ചു, ശിമയോനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ? നീ എന്നെ സ്നേഹിക്കുന്നുവോ? ഈശോയിലേക്ക് നമുക്ക് നോക്കാം. ഇതേ ചോദ്യമാണ് ഈശോ ഇന്ന് നമ്മോട് എല്ലാവരോടും ചോദിക്കുന്നത്. സഹോദര സഹോദരി, നീ എന്നെ സ്നേഹിക്കുന്നുവോ? സ്വാർത്ഥത വെടിഞ്ഞ് സ്നേഹിക്കുന്നുവോ? എൻ്റെ പ്രിയരിൽ എന്നെ കണ്ട് സ്നേഹിക്കുന്നുവോ? ഇല്ലാത്തവരിൽ, എല്ലാം നഷ്ടപ്പെട്ടവരിൽ എന്നെ കണ്ട് സ്നേഹിക്കുന്നുവോ? ശിമയോനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ? മൂന്നാമത്തെ ആവർത്തിയും അതേ ചോദ്യം അവൻ കേട്ടപ്പോൾ ബൈബിൾ ഇങ്ങനെ എഴുതി, അവൻ വാവിട്ട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഓ കർത്താവേ, നീ എല്ലാം അറിയുന്നുവല്ലോ. ഓ ഈശോയെ, ഇതുപോലെയാണ് ഞങ്ങളും അങ്ങയുടെ മുമ്പിൽ കരച്ചിലോടെ ഏറ്റുപറയുന്നു. ഞങ്ങൾ എന്താണെന്ന് യഥാവിധം അവിടത്തേക്ക് അറിയാം. ഞങ്ങളുടെ പ്രാർത്ഥനയുടെ യഥാർത്ഥ ലക്ഷ്യം അവിടത്തേക്ക് അറിയാം. ഞങ്ങൾ എന്താണ് ലക്ഷ്യം വെക്കുന്നത് എന്നതിനെക്കുറിച്ച് അങ്ങേക്ക് കൃത്യമായി അറിയാം. ഓ ഞങ്ങളുടെ രക്ഷക, ഞങ്ങൾക്ക് വേണ്ടി ഭക്ഷണം ഒരുക്കി കാത്തിരിക്കുന്നവനെ, എല്ലാം ഞങ്ങൾക്ക് തന്നവനെ, എല്ലാത്തിലും ഉപരി അങ്ങയെ സ്നേഹിക്കാൻ ഞങ്ങളെക്കാൾ അധികമായി, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെക്കാൾ അധികമായി, ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരുമായ എല്ലാവരെക്കാളും അധികമായി ഞങ്ങളുടെ രക്ഷകനെ സ്നേഹിക്കാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. കർത്താവേ, ഞങ്ങൾക്കറിയാം സ്നേഹിച്ചവരാണ് വിശുദ്ധരുടെ ഗണത്തിൽ എണ്ണപ്പെട്ടത്. അവർക്കുണ്ടായിരുന്നതിനേക്കാൾ, അവർക്കുള്ളതിനേക്കാൾ എല്ലാം ഉപരി അവർ ഈശോയെ സ്നേഹിച്ചു. ഓ സ്നേഹമേ, സ്നേഹിക്കുന്നു
നമ്മൾ ഈ കഴിഞ്ഞ 21 ദിവസങ്ങളായി ഈശോയ്ക്കൊപ്പം യാത്ര ചെയ്യുകയായിരുന്നു. പ്രധാനപ്പെട്ട 2 ലക്ഷ്യങ്ങളെ മുൻനിർത്തിക്കൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിച്ചത്. കുടുംബത്തിൻ്റെ നവീകരണം, തിരുസഭയുടെ വിശുദ്ധീകരണം, ഡൊമസ്റ്റിക് ഫാമിലി അല്ലെങ്കിൽ ഡൊമസ്റ്റിക് ചർച്ച് എന്ന് പറയുന്ന കുടുംബം, യൂണിവേഴ്സൽ ഫാമിലി എന്ന് പറയുന്ന തിരുസഭ. 2 ഒട്ടേറെ പ്രതിസന്ധികൾ കടന്നു പോകുന്ന കാലത്താണ് നമ്മൾ ഈ ശുശ്രൂഷ ഒരുക്കിയത്. കഴിഞ്ഞ നാളുകളിൽ ഒരുപാട് പ്രിയപ്പെട്ടവർ ചോദിച്ചിരുന്നു, എന്തുകൊണ്ടാണ് മറ്റൊരു ഡാനിയൽ ഫാസ്റ്റ് ചെയ്യാത്തത് എന്ന്. കാരണം നമ്മൾ ഏതാണ്ട് 4-5 വർഷങ്ങൾക്ക് മുമ്പാണ് ഒരുമിച്ച് സംഘാതമായി ലക്ഷക്കണക്കിന് മനുഷ്യർ പങ്കുകാരായ ശുശ്രൂഷ ഒരുക്കിയത്. ഇപ്പോഴായിരുന്നു യഥാർത്ഥത്തിൽ കർത്താവിൻ്റെ സമയം. അതായിരിക്കും അതിനുള്ള മറുപടി. ഈ ദിവസങ്ങളിൽ ദൈവം നമ്മെ ഒരുപാട് അനുഗ്രഹിച്ചിട്ടുണ്ട്. നമ്മൾ ഓർക്കണം, നാം പ്രാർത്ഥിക്കുന്നതും നിയോഗങ്ങൾ അർപ്പിക്കുന്നതും അവ പൂർത്തിയാകുന്നതും എല്ലാം ഈശോയെ ആത്യന്തികമായി സ്നേഹിക്കാൻ വേണ്ടിയിട്ടാണ്. എത്രമാത്രം നമുക്ക് ഡെലിവറൻസ് കിട്ടിയാലും ഈശോയോട് നമുക്ക് സ്നേഹമില്ലെങ്കിലോ, അപ്പനിൽ നിന്ന് നമുക്കെല്ലാം കിട്ടിയിട്ടും അപ്പനെ നമുക്ക് സ്നേഹിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ ആ അപ്പന് കുഞ്ഞുങ്ങളോടുള്ള മനസ്സെന്തായിരിക്കും? അപ്പൻ ചിന്തിക്കും, എൻ്റെ മക്കൾക്ക് എൻ്റെ വസ്തുക്കൾ മാത്രം മതി, എൻ്റെ പോക്കറ്റിലെ കാശ് മാത്രം മതി, എന്നെ വേണ്ട എന്ന് കരുതും. ഓർക്കുക, സ്വർഗീയ അപ്പച്ചനും അങ്ങനെ തന്നെയാണ്. കർത്താവേ, എനിക്ക് സൗഖ്യം ആവശ്യമുണ്ട്, എനിക്ക് വിടുതൽ ആവശ്യമുണ്ട്, മോചനം ആവശ്യമുണ്ട്, നിയോഗങ്ങളുടെ പൂർത്തീകരണം ആവശ്യമുണ്ട്, എൻ്റെ കുടുംബത്തിനൊരു വസന്തം ആവശ്യമുണ്ട്. എന്നാൽ ഈശോയെ, എല്ലാത്തിലും ഉപരി, എല്ലാ കൃപകളെക്കാളും ഉപരി കൃപയുടെ ദാതാവായ ഈശോയെ അങ്ങേ ആവശ്യമുണ്ട് എന്ന് ഈ അനുഗ്രഹീതമായ ദിവസം ഈശോയോട് പറയണം. ജീവിതത്തിൻ്റെ നാനാ കോർണറുകളിൽ നിന്നുള്ള മനുഷ്യരായിരിക്കും ഈ ശുശ്രൂഷയിൽ പങ്കുകാരായിരിക്കുക. ഒരുപക്ഷെ നിങ്ങൾക്ക് ചില ദിവസങ്ങളിൽ TV-യിലൂടെയുള്ള ആരാധനയിൽ പങ്കുകാരാകാൻ കഴിഞ്ഞിട്ടുണ്ടാകണമെന്നില്ല. നിങ്ങളുടെ ജോലിയുടെ സമയം അനുസരിച്ച് നിങ്ങൾ മറ്റേതെങ്കിലും ബുദ്ധിമുട്ട് വന്നതുകൊണ്ട് ഏതെങ്കിലും സമയത്ത് ആ എപ്പിസോഡുകൾ ഒരിക്കൽ കൂടി കാണാനും മിസ്സായത് കാണാനും പ്രാർത്ഥിക്കാനും നിങ്ങൾ തയ്യാറാവുക. ഏതെങ്കിലും ദിവസങ്ങളിൽ നമുക്ക് ഫാസ്റ്റിംഗ് പ്രോപ്പറായിട്ട് കീപ്പ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എങ്കിലും ഈശോയോട് മാപ്പിരുന്ന് നിങ്ങൾ കർത്താവിനെ നിങ്ങളെ തന്നെ അർപ്പിക്കുക. ഒരു കാര്യം ഉറപ്പിക്കണം, നമ്മൾ ഇതിലൂടെയൊക്കെ സമാഹരിച്ച നമ്മുടെ പൈസകളൊക്കെ അല്ലെങ്കിൽ കൊച്ചു ഓഹരികളൊക്കെ ഏതെങ്കിലും കരയുന്ന മനുഷ്യൻ്റെ കണ്ണുനീരൊപ്പാനായി കൊടുക്കണം. അത് കൊടുക്കുന്ന നേരത്ത് ഒരു കാര്യം ഉറപ്പിക്കണം, അയാൾക്ക് ഒരു വിധത്തിലും നമുക്ക് മടക്കി തരാനായിട്ട് പാടില്ല. ഒരിക്കലും മടക്കി തരികയില്ല എന്നും ഒരുപക്ഷെ ഒരിക്കലും കാണാൻ ഇടയില്ല എന്നും ചിന്തിക്കുന്ന ആ മനുഷ്യൻ്റെ കൈകളിലേക്ക് നിങ്ങൾ കൊടുക്കുക. കാരണം അവനിൽ ഈശോ ഉണ്ട്. നമ്മുടെ ഈ ശുശ്രൂഷയുടെ സമാപനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ദിവികാരുണ്യ ഈശോയുടെ സാന്നിധ്യത്തിൽ ലിയോ 13 മാർപ്പാപ്പ ഒരുക്കിയ ഡെലിവറൻസിൻ്റെ പ്രാർത്ഥനയാണ് ഇവിടെ പ്രാർത്ഥിക്കുന്നത്. ദിവികാരുണ്യ ഈശോയിലേക്ക് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളെല്ലാം ഒരിക്കൽ കൂടി പുതുക്കി അർപ്പിക്കുക. ഈ ശുശ്രൂഷ ഏറ്റവും മനോഹരമാക്കാനും ഈ ആത്മീയ യാത്രയിൽ പങ്കുകാരാകാനും ദൈവം നമ്മളെ അനുവദിച്ചതിനായി നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ഇതിനു വേണ്ടി ലോകത്തിൻ്റെ വിവിധങ്ങളായ ഭാഗങ്ങളിലായിരുന്ന് നിങ്ങളുടെ നിയോഗങ്ങൾ ലക്ഷ്യമാക്കിക്കൊണ്ട് പ്രാർത്ഥിച്ച ദൈവമക്കളെ, വിശുദ്ധ കുർബാനകൾ അർപ്പിച്ച വൈദികരെ, ഈ ശുശ്രൂഷ ഏറ്റവും നല്ല ഔട്ടായി പുറത്തു കൊണ്ടുവരുവാൻ, നന്നായി വാച്ച് ചെയ്യാൻ പറ്റുന്ന പാകത്തിലാക്കിയെടുക്കുവാൻ അധ്വാനിച്ച ശലോമിലെ എല്ലാ ശുശ്രൂഷകരെയും സ്നേഹത്തോടെ ദൈവകരങ്ങളിൽ അർപ്പിക്കുക. സുവിശേഷത്തിന് വേണ്ടി ജീവിക്കുന്നവർക്ക് സുവിശേഷം മറുപടി കൊടുക്കാൻ ഒരിക്കലും ഇന്നേ വരെ മടിച്ചിട്ടില്ല. അത് കർത്താവ് ചെയ്യുക തന്നെ ചെയ്യും. ഏറെ സ്നേഹത്തോടെ കർത്താവിലേക്ക് തിരിഞ്ഞ് നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ നിങ്ങളുടെ കൈവശമുള്ള കുരിശുരൂപമോ ജപമാലയോ ഏതെങ്കിലും പരിശുദ്ധമായ വസ്തുക്കളോ നിങ്ങൾ സ്നേഹത്തോടെ കരങ്ങളിലെടുത്ത് കൈപ്പിടിക്കുക. പ്രാർത്ഥിക്കുമ്പോൾ കുരിശ് ഞാൻ വരയ്ക്കുന്ന നേരത്ത് നിങ്ങളും നിങ്ങളുടെ ശരീരത്തിൽ അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള കുഞ്ഞുങ്ങളുടെ ശരീരത്തിൽ കുരിശ് വരയ്ക്കുമല്ലോ. വാദേ സാധാന എന്നുള്ള ലാറ്റിൻ വാക്ക്, അതിൻ്റെ അർത്ഥം ബിഗോൺ സേറ്റൻ എന്നാണ്. പിശാചെ പുറത്തു പോവുക, സാത്താനെ പുറത്തു പോവുക എന്നുള്ളതാണ്. അത് ജീവിതത്തിൻ്റെ ഏതൊരു ലക്ഷ്യവും മുൻനിർത്തിക്കൊണ്ടും നിങ്ങൾക്ക് ആ പ്രാർത്ഥനയിൽ പങ്കുകാരാകാം.
വിശ്വാസത്തിൻ്റെ പ്രാർത്ഥന സകല വിശുദ്ധരുടെയും കാവൽ മാലാഖമാരുടെയും ദൂതരിൽ ശ്രേഷ്ഠനായ വിശുദ്ധ മിഖായേലിൻ്റെ മധ്യസ്ഥം തേടിക്കൊണ്ട് നമുക്ക് ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. God arises, his enemies are scattered, and those who hate him flee before him. As smoke is driven away, so they are driven. As wax melts before the fire, so the wicked perish at the presence of God. വിശുദ്ധ കുരിശ് ഉയർത്തിക്കൊണ്ട് പറയുക, ഇതാ കർത്താവിന്റെ കുരിശ്, ദുഷ്ടശക്തികളെ ഓടിപ്പോവുക, യൂദായുടെ സിംഹവും ദാവീദിന്റെ വേരുമായവൻ വിജയം വരിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഇതാ കർത്താവിന്റെ കുരിശ്, ദുഷ്ടശക്തികളെ ഓടിപ്പോവുക, യൂദായുടെ സിംഹവും ദാവീദിന്റെ വേരുമായവൻ വിജയം വരിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഇതാ കർത്താവിന്റെ കുരിശ്, ദുഷ്ടശക്തികളെ ഓടിപ്പോവുക, യൂദായുടെ സിംഹവും ദാവീദിന്റെ വേരുമായവൻ വിജയം വരിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. We drive you from us, whoever you may be, unclean spirits, spirits of death, infirmity, despair, confusion, division, disunity, anxiety, fear, anger, hatred, lust, sloth, and pride, all satanic powers, all infernal invaders, all wicked legions, assemblies and sects, in the name and by the power of our Lord Jesus Christ, in the name and by the power of our Lord Jesus Christ, in the name and by the power of our Lord Jesus Christ, by the precious blood of the divine Lamb, most cunning serpent, you shall no more dare to deceive the human race, persecute the church, torment God's elect, and sift them as wheat. The Most High God commands you. God the Father commands you. God the Son commands you. God the Holy Spirit commands you. Christ, God's Word made flesh, commands you. The sacred sign of the cross commands you. The glorious Mother of God, the Virgin Mary, commands you. The faith of the holy apostles, Peter and Paul and all other apostles, commands you. The blood of the martyrs and the pious intercession of all the saints commands you. Thus cursed dragon, and you diabolic legions, we adjure you by the power of the living God, by the true God, by the holy God, by God who so loved the world that he gave up his only Son, that every soul believe in him might not perish but have eternal life. Stop deceiving holy creatures and pouring out to them the poison of eternal damnation. Stop harming the church and hindering her liberty. Please say after me. ഞാൻ പറയുന്നതിനപ്പുറം നിങ്ങൾ ആവർത്തിക്കുക. വാദേ സാറ്റാന, 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 വാദേ സാറ്റാന. Inventor and master of all deceit, enemy of human salvation, give place to Christ in whom you have found none of your works. Give place to the one holy Catholic and Apostolic Church, acquired by Christ at the price of his blood. Stoop beneath the all-powerful hand of God, tremble and flee when we invoke the holy and the terrible name of Jesus, this name which causes hell to tremble, this name to which the virtues, powers and dominations of heaven are humbly submissive, this name which the cherubim and seraphim praise unceasingly repeating, holy, holy, holy is the Lord, the God of armies, God of Father,
God of heaven, God of earth, God of angels, God of the archangels, God of patriarchs, God of prophets, God of apostles, God of martyrs, God of confessors, God of virgins, God who has power to give life after death and rest after work, because there is no one other than God that you, and there can be no other, for you are the creator of all things, visible and invisible, of whose reign there shall be no end. We humbly prostrate ourselves before your glorious majesty, and we beseech you to deliver us by your power from the all tyranny of the internal and infernal spirits, from their snares, their lies, and their furious wickedness. We beseech you through Christ our Lord. Amen. സാക്ഷ്യത്തിന്റെ വചനത്താലും വിജയം നേടിയിടും, നമ്മൾ വിജയം നേടിയിടും. അന്ത്യം വരെയും പൊരുതിയിടാൻ ജീവൻ ബലിയായി നൽകിയിടാൻ ബലം പകർന്നിടും, നമ്മിൽ ശക്തി പകർന്നിടും. നമ്മുടെ ദൈവത്തിൻ്റെ രക്ഷ പുത്രൻ നൽകും അധികാരം, വിശുദ്ധ കുരിശിൻ തണലും നമുക്ക് കൂട്ടായുണ്ടല്ലോ. നമ്മുടെ ദൈവത്തിൻ്റെ രക്ഷ പുത്രൻ നൽകും അധികാരം, വിശുദ്ധ കുരിശിൻ തണലും നമുക്ക് കൂട്ടായുണ്ടല്ലോ. വിശുദ്ധ കുരിശിന്റെ അടയാളത്താലേ ശത്രുവിൽ നിന്നും കാത്തുരക്ഷിക്കാം. വിശുദ്ധ കുരിശിന്റെ അടയാളത്താലേ ശത്രുവിൽ നിന്നും കാത്തുരക്ഷിക്കാം. തമ്പുരാനേ 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 തമ്പുരാനേ. എല്ലാ രോഗികൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു, എല്ലാ പീഡിതർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു, തകർന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, തകർന്ന ബന്ധങ്ങളിൽ കഴിയുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ മഹനീയമായ ശക്തി ഇപ്പോൾ എല്ലാ ദൈവമക്കളിലേക്ക് ഒഴുകിയിറങ്ങട്ടെ. രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ, പീഡിതർ ആശ്വാസം പ്രാപിക്കട്ടെ, തകർന്നവർക്ക് മോചനം ഉണ്ടാകട്ടെ. കർത്താവിന്റെ ശക്തമായ സാന്നിധ്യം കൊണ്ട് എല്ലാ ദൈവമക്കളും നിറയപ്പെടട്ടെ. സ്നേഹത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈശോയെ. മാതാവിന്റെ മധ്യസ്ഥം ശുദ്ധഗണത്തിൻ പ്രാർത്ഥനയും നമ്മോടൊത്തുണ്ട്, എന്നും നമ്മോടൊത്തുണ്ട്. മാതാവിന്റെ മധ്യസ്ഥം ശുദ്ധഗണത്തിൻ പ്രാർത്ഥനയും നമ്മോടൊത്തുണ്ട്, എന്നും നമ്മോടൊത്തുണ്ട്. അതിനാൽ നമ്മൾ പതറില്ല, ധൈര്യം തെല്ലും ചോരില്ല. ശക്തി ധരിച്ചിടും, നമ്മൾ ശക്തി ധരിച്ചിടും. അതിനാൽ നമ്മൾ പതറില്ല, ധൈര്യം തെല്ലും ചോരില്ല. ശക്തി ധരിച്ചിടും, നമ്മൾ ശക്തി ധരിച്ചിടും. സാത്താൻ കിട്ടും കോട്ടകളും അവന്റെ എല്ലാ ചെയ്തികളും എന്നേക്കും നമ്മെ വിട്ട് ദൂരെ പോകട്ടെ. സാത്താൻ കിട്ടും കോട്ടകളും അവന്റെ എല്ലാ ചെയ്തികളും എന്നേക്കും നമ്മെ വിട്ട് ദൂരെ പോകട്ടെ. വാദേ സാറ്റാനാ, 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 വാദേ സാറ്റാനാ. കർത്താവിന്റെ വചനത്താലും കാൽവരി ബലിയുടെ യോഗ്യതയാലും തിന്മ ഭയന്നോടും സാത്താൻ ഞെട്ടി വിറച്ചിടും. കർത്താവിന്റെ വചനത്താലും കാൽവരി ബലിയുടെ യോഗ്യതയാലും തിന്മ ഭയന്നോടും സാത്താൻ ഞെട്ടി വിറച്ചിടും. കൂദാശകളുടെ യോഗ്യതയും ദൈവസ്തുതിയുടെ ശക്തിയതും ഉന്നതമാണല്ലോ, ഏറ്റവും ഉന്നതമാണല്ലോ.
കൂതാശകളുടെ യോഗ്യതയും ദൈവസ്തുതിയുടെ ശക്തിയതും ഉന്നതമാണല്ലോ, ഏറ്റവും ഉന്നതമാണല്ലോ. തിരുവചനത്തിൻ സാന്ത്വനവും തിരുസഭ തന്നെ പാലനവും തിരുഹൃദയത്തിൻ മറയും നമ്മെ പൊതിഞ്ഞു നിൽക്കുന്നു. തിരുവചനത്തിൻ സാന്ത്വനവും തിരുസഭ തന്നെ പാലനവും തിരുഹൃദയത്തിൻ മറയും നമ്മെ പൊതിഞ്ഞു നിൽക്കുന്നു. വിശുദ്ധ കുരിശിന്റെ അടയാളത്താലേ ശത്രുവിൽ നിന്നും കാത്തുരക്ഷിക്കാം. വിശുദ്ധ കുരിശിന്റെ അടയാളത്താലേ ശത്രുവിൽ നിന്നും കാത്തുരക്ഷിക്കാം. തമ്പുരാനേ 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 തമ്പുരാനേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സ്നേഹമുള്ള ഈശോയെ, എല്ലാത്തിനും ഞങ്ങൾ നന്ദി പറയുന്നു. ഈ ദിവസങ്ങളിൽ അവിടുന്ന് ചൊരിഞ്ഞ എല്ലാ കൃപകൾക്കുമായി നന്ദി പറയുന്നു. ദൈവം നിങ്ങളുടെ മേൽ ചൊരിഞ്ഞ നന്മകളെയും കൃപകളെയും കാര്യസാധ്യതകളെയും കർത്താവിൻ്റെ മുമ്പിൽ സ്മരിച്ച് നന്ദി പറയുക. തീർച്ചയായും ഇവിടെ നിന്ന് ഉള്ള കോണ്ടാക്റ്റ് നമ്പറിൽ നിങ്ങളുടെ ടെസ്റ്റിമണീസ്, സാക്ഷ്യങ്ങൾ അയക്കുന്നത് ദൈവത്തിൻ്റെ മഹത്വത്തിനും ഞങ്ങളുടെ സ്വാഭാവികമായ സന്തോഷത്തിനും കാരണമാകും. ഈശോയ്ക്കായിട്ട് നമുക്ക് നന്ദി പറയാം. ഓ ദൈവം നമ്മളെ വിളിച്ചു, നമ്മളെ ചേർത്ത് പിടിച്ചു, ആവശ്യമായതെല്ലാം നമുക്ക് തന്നു. സകല വിശുദ്ധരോടും കൂട്ടുചേരാൻ ഈ സകല വിശുദ്ധരുടെയും തിരുനാൾ ദിനത്തിൽ സകല നന്മകൾ കൊണ്ട് നിറഞ്ഞ പരിശുദ്ധ സഭയോട് ചേർന്ന് അവിടുത്തെ മഹത്വപ്പെടുത്താൻ നമ്മളെ അനുവദിച്ചു. ഓ പരമപരിശുദ്ധനെ, നന്ദി പറയുന്നു. ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു, അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. അങ്ങേക്കായി നിലകൊള്ളാൻ, അങ്ങേക്കൊപ്പം യാത്ര ചെയ്യാൻ ഇന്നല്ല ഈശോ, എക്കാലത്തും നിത്യതയിലെത്തും വരെയും എന്നെ പ്രാപ്തമാക്കണമേ എന്ന പ്രാർത്ഥനയോടെ ഡാനിയേൽ പ്രാർത്ഥിച്ച ആ പ്രാർത്ഥന ഒരിക്കൽ കൂടി ഗാനമായി ഈശോയുടെ മുമ്പിൽ ആലപിച്ച്, കർത്താവേ ശ്രവിക്കണമേ, കർത്താവെ പൊറുക്കണമേ എന്ന് ഹൃദയമിടിപ്പിനോട് ചേർന്ന് പ്രാർത്ഥിച്ച് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാൻ നമുക്ക് ഒരുങ്ങാം. കർത്താവേ ശ്രവിക്കണമേ, കർത്താവേ പൊറുക്കണമേ, കർത്താവേ ശ്രവിക്കണമേ, കർത്താവേ പൊറുക്കണമേ. ദാനിയേലേ പോലെ ഞാൻ നിന്റെ മുൻപിൽ താഴ്ന്നിരിക്കാം. വിറയാർന്ന കരങ്ങൾ കൂപ്പി നിന്ന് പ്രാർത്ഥനകൾ ചൊരിയാം. കർത്താവേ ശ്രവിക്കണമേ, കർത്താവേ പൊറുക്കണമേ, കർത്താവേ ശ്രവിക്കണമേ, കർത്താവേ പൊറുക്കണമേ. ദൈവമേ ചെവി ചായ്ക്കണമേ, കണ്ണുകൾ തുറക്കണമേ. ദൈവമേ ചെവി ചായ്ക്കണമേ, കണ്ണുകൾ തുറക്കണമേ. അങ്ങേ
ഭരിക്കും ജനതതിയെ കാരുണ്യമോടെ കടാക്ഷിക്കണേ കർത്താവേ. ശ്രവിക്കേണമേ കർത്താവേ, പൊറുക്കേണമേ കർത്താവേ. ശ്രവിക്കേണമേ കർത്താവേ, പൊറുക്കേണമേ. മാറരുതേ മുഖം മറയ്ക്കരുതേ, മറക്കരുതേ നിന്റെ സുതരിവരെ. മാറരുതേ മുഖം മറയ്ക്കരുതേ, മറക്കരുതേ നിന്റെ സുതരിവരെ. മഹത്വം വീണ്ടും നൽകണമേ, മക്കളെ വീണ്ടും ഉയർത്തേണമേ കർത്താവേ. ശ്രവിക്കേണമേ കർത്താവേ, പൊറുക്കേണമേ കർത്താവേ. ശ്രവിക്കേണമേ കർത്താവേ, പൊറുക്കേണമേ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യകടാക്ഷം തൂകണമേ വത്സലസുതരിൽ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ആരാധന ആരാധന ദൈവമേ ആരാധന. ആരാധന ആരാധന ദൈവമേ ആരാധന. ആരാധന ആരാധന യേശുവേ ആരാധന. ആരാധന ആരാധന ആത്മനെ ആരാധന. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യേശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യേശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യേശോയ്ക്ക്